സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പോർഷനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് ആദ്യം പറയുന്നത്. പ്രൊഡക്ഷൻ ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് across an electrical conductor in a changing magnetic field. ഓക്കെ, ഇതാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടർ കൊണ്ട് വയ്ക്കുകയാണ്. അവിടെ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്തു. അതിനാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. പ്രൊഡക്ഷൻ ഓഫ് ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അക്രോസ് ആൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ ഇൻ എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത് നമുക്ക് എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാം, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമുക്ക് എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാമെന്ന് വെച്ചാൽ, ഒന്നെന്ന് പറഞ്ഞാൽ പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഇലക്ട്രിക് കണ്ടക്ടർ ഇൻ എ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇതാണ് എൻ്റെ ഒരു ഇലക്ട്രിക് കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ എന്താണ്, കൈ എന്നുള്ള കറണ്ട് പോവുകയാണ്. ഇതിനെ ഞാൻ എന്ത് ചെയ്തു, ഒരു വേരിയിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ ഞാൻ കൊണ്ടുപോയിക്കുകയാണ്. ഇതെന്ന് പറയുന്നതാണ് വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡാണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ ഈ ഒരു കണ്ടക്ടറിൽ എന്ത് ചെയ്യും, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇ എം എഫിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. കാരണം എന്താണ്, ഇവിടെ ഈ ഒരു കണ്ടക്ടർ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്, അതായത് അറ്റ് റെസ്റ്റിൽ ഇരിക്കുകയാണ്. അവിടെ ചേഞ്ച് ആവുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് ചേഞ്ച് ആവുന്നത്. എന്താണ്, നമ്മുടെ ഇവിടെ ഈ കണ്ടക്ടർ സ്റ്റേഷനറി ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആവുന്നു. സോ അത് കാരണം അവിടെ എന്തെങ്കിലും ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് വിളിക്കാം. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിലാണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ കൺസെപ്റ്റ് എവിടെയാണ് വരുന്നത്, ട്രാൻസ്ഫോമറിലാണ് വരുന്നത്. ഇനി രണ്ടാമതൊരു ഇതെന്ന് പറയുന്നത്, ഇറ്റ് ക്യാൻ ബി ആൽസോ അച്ചീവ്ഡ് ബൈ പ്ലേസ്മെൻറ്റ് ഓഫ് എ കോൺസ്റ്റൻ്റ്ലി മൂവിങ് ഇലക്ട്രിക് കണ്ടക്ടർ. അപ്പം നമ്മുടെ ഈ ഒരു കണ്ടക്ടർ എന്ന് പറയുന്നത് എന്താണ്, അതെന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ്ലി മൂവിങ് ആണ്. ഓക്കെ, ഈ കണ്ടക്ടർ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് മൂവിങ് ആണ്. പക്ഷേ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണ്. ഇതെൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, സ്റ്റേഷനറി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മൂവ് ചെയ്യുന്നത് ആരാ, ഇവിടെ കണ്ടക്ടറാണ്. അപ്പോൾ അവിടെ ആ കണ്ടക്ടറിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയും. കാരണം അവിടെ ഡൈനാമിക് മോഷൻ ഓഫ് ദിസ് കണ്ടക്ടർ കാരണമാണ് എന്തെന്ന് അവിടെ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഡി സി അല്ലെങ്കിൽ എ സി ജനറേറ്ററാണ്. ഡി സി അല്ലെങ്കിൽ എ സി ജനറേറ്ററിൽ ഈ ഒരു കണ്ടക്ടറാണ് അവിടെ മൂവ് ചെയ്യുന്നത്. അവിടുത്തെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഒരു കറണ്ട് കേരിങ് കണ്ടക്ടറിൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുവാണ് ഇൻ എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. ഒന്നുകിൽ അത് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആവുന്നത് കാരണം ഉണ്ടാകാം, അങ്ങനെയാണെങ്കിൽ അത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. കാരണം അവിടെ കണ്ടക്ടർ സ്റ്റേഷനറി ആണ്. അല്ലാന്നുണ്ടെങ്കിൽ കണ്ടക്ടറിനെ മൂവ് ചെയ്യിക്കുന്നു, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി ആണ്, അത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അപ്പോൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വരുന്നത് ട്രാൻസ്ഫോമറിൻ്റെ കേസിലാണ്. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വരുന്നത് ഡി സി അല്ലെങ്കിൽ എ സി ജനറേറ്ററിൻ്റെ കേസിലാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ എക്സാമ്പിൾ എന്തായാലും പഠിക്കണം. അപ്പോൾ അതേ നോക്കിയേ, ദർ ആർ 3 പ്രിൻസിപ്പൽ മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസിങ് എ മെറ്റീരിയൽ. ഓക്കെ, ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാനായിട്ട് 3 പ്രിൻസിപ്പൽ മെത്തേഡ്സ് ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസിങ് മെറ്റീരിയൽ. ഓക്കെ, ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യുന്നതിൽ താഴെ പറയുന്നത് ഏതാണ് അല്ലാത്തത്? ടച്ച് മെത്തേഡ്, ഇൻഡക്ഷൻ മെത്തേഡ്, ഡ്രോപ്പ് മെത്തേഡ് ബൈ മീൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, ഒരു മെറ്റീരിയൽ എനിക്ക് എന്താണ് മാഗ്നറ്റൈസ് ചെയ്യണം. അതിനെന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ച് നമുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ടച്ച് മെത്തേഡ്, അതായത് ഒരു മാഗ്നറ്റിനെ എടുത്ത് മറ്റൊരു മെറ്റീരിയലിനോട് ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നു, അതായത് കോൺടാക്റ്റിൽ വയ്ക്കുന്നു. സോ കുറച്ച് എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അതിനകത്ത് വരും. അല്ലെങ്കിൽ ബൈ മീൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഒരു കറണ്ട് കേരിങ് കണ്ടക്ടറിൽ കൂടെ ഒരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്താണ് ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ ഡ്രോപ്പ് മെത്തേഡ് എന്ന് പറയുന്നതാണ് നോട്ട് എ മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസ് മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻസ് എല്ലാം പഠിച്ച് ചെയ്യുക. ടച്ച് മെത്തേഡ്, ഇൻഡക്ഷൻ മെത്തേഡ്, ബൈ മീൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇങ്ങനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാം. ചൂസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. എന്താണ്, എ സിംഗിൾ പോൾ ക്യാൻ നെവർ റെസിസ്റ്റ് ഇൻ എ മാഗ്നറ്റ് ആണല്ലോ. ഒരു മാഗ്നറ്റിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ഒരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ട്. അല്ലാണ്ട് ഒരു സിംഗിൾ പോളായിട്ട്, അതായത് ഒരു മാഗ്നറ്റിൽ നോർത്ത് പോൾ മാത്രമായിട്ട് ഒരിക്കലും അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു സൗത്ത് പോൾ മാത്രമായിട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ സിംഗിൾ പോൾ ക്യാൻ നെവർ റെസിസ്റ്റ് ഇൻ എ മാഗ്നറ്റ്, അതെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കാരണം നമുക്ക് അത് പിന്നീട് അങ്ങോട്ടുള്ള എക്സാംസിനൊക്കെ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. എ മാഗ്നറ്റ് ഈസ് ഫ്രീലി സസ്പെൻഡഡ്, ഇറ്റ്സ് പോൾ വിൽ ഓൾവേസ് ടെൻഡ് ടു സെറ്റ് ഇൻ ദ ഡയറക്ഷൻ നോർത്ത് ആൻഡ് സൗത്ത് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഒരു മാഗ്നറ്റിനെ നമ്മൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പോളെന്ന് പറയുന്നത് എന്താണ്, നോർത്തിൻ്റെ സൗത്തിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഇങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നത്. അൺലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്തത്. അൺലൈക്ക് പോൾസ് എന്ന് പറഞ്ഞാൽ ഒരു നോർത്ത് പോൾ ഒരു സൗത്ത് പോൾ, ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ മറ്റൊരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ, ഇതെന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. എന്നാൽ ഒരേ ലൈക്ക് പോൾസ്, അതായത് ഒരു നോർത്ത് പോളും വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അതേപോലെ ഒരു സൗത്ത് പോൾ വെച്ചാലും
ഒരു സൗത്ത് വെച്ചാലും എന്ത് ചെയ്യും, അത് റിപ്പൽ ചെയ്യും. അപ്പോൾ അൺലൈക്ക് പോൾസ് എന്ന് പറയുന്നത് അട്രാക്ട് ചെയ്യും, ലൈക്ക് പോൾസ് എന്ന് പറയുന്നത് റിപ്പൽ ചെയ്യും. ഇനി ഇഫ് ഹീറ്റഡ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ് വിൽ ഇൻക്രീസ്. ഹീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂടത്തില്ല. സോ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് ആൻസർ വരുന്നത്. റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ദ സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെ നമുക്ക് ഫീൽഡിൻ്റെ സോഴ്സ് എന്താണ്, ഒരു കറണ്ട് ലൂപ്പാണ്. അതായത് നമ്മളൊരു കറണ്ട് കരിയും കണ്ടക്ടറിൽ കറണ്ട് ഒരു കണ്ടക്ടറിൽ നമ്മൾ കറണ്ട് കയറി ചെയ്യുന്ന വഴി അവിടെ എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആകും. അപ്പോൾ സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നതാണ് ഒരു കറണ്ട് ലൂപ്പാണ്. പിന്നെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഫാരഡേസ് ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്. ഫസ്റ്റ് ലോ എന്താണെന്ന് നോക്കാം. ഒരു കണ്ടക്ടർ നമ്മൾ അതിനെ ഒരു വേരിയിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യും. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് വിളിക്കും എന്ന് പറഞ്ഞു. കാരണം എന്താണ്, അവിടെ ആ കണ്ടക്ടർ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേഷനറി ആണ്. ഓക്കെ, അവിടെ നമ്മൾ ചേഞ്ച് ആവുന്ന എന്താണ്, അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന EMFനെ നമ്മൾ വിളിക്കുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഏതാണ്, നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF വരുന്നത് ട്രാൻസ്ഫോമറിൻ്റെ കേസിലാണ്. ഇത് നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇഫ് ദ കണ്ടക്ടർ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ്. ഓക്കെ, നമ്മുടെ ആ ഒരു കണ്ടക്ടറിൻ്റെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആണ്. ഇതിപ്പോൾ ഞാൻ സ്ട്രൈറ്റ് ലൈനായിട്ട് വരച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്ലോസ്ഡ് ആക്കി വയ്ക്കുകയാണ്. അങ്ങനെയെങ്കിൽ എ കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് വിച്ച് ഈസ് കോൾഡ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഓക്കെ, നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സർക്യൂട്ടിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു കറണ്ടും കൂടി ഇൻഡ്യൂസ് ആവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇതാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞത് ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഞാനൊരു കണ്ടക്ടറിനെ എടുത്ത് പ്ലേസ് ചെയ്യുന്നു, അതിലൊരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യും. ഇനി ആ കണ്ടക്ടർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ കറണ്ടിനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം കേട്ടോ, ചോദിച്ചിട്ടുള്ളതാണ്. ഇനി സെക്കൻഡ് ലോ പറയുന്നത് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ കറണ്ട് ഈസ് ഈക്വൽ ടു ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ സർക്യൂട്ട്. അതായത് എപ്സിലോൺ എന്ന് പറയുന്നതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫൈ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതിന് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ d∅dt. അതിന് ഈക്വൽ ആയിരിക്കും. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ സർക്യൂട്ടിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻഡ്യൂസ്ഡ് EMF എപ്സിലോൺ ഇസ് ഈക്വൽ ടു -d∅dt. ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കുന്നത്. അതിലൊന്നും സിഗ്നിഫിക്കൻസ് ഇല്ല. നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് നോക്കുക, പിന്നെ ഈ ഒരു ഇക്വേഷൻ നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അയൺ ലോസ് ഈസ് നോൺ ആസ്, അയൺ ലോസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഇറ്റ് ഈസ് നോൺ ആസ് ഹിസ്റ്ററിസിസ് ലോസ് ആൻഡ് എഡി കറണ്ട് ലോസസ്. സോ ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ബി. ഹിസ്റ്ററിസിസ് ലോസ് നമ്മൾ പറഞ്ഞതാണ്, ഒന്ന് നിങ്ങളെ റീവൈൻഡ് ചെയ്യുകയാണ്. അത് ഏരിയ ഓഫ് ഹിസ്റ്ററിസിസ് ലൂപ്പ് കൂടുതലാണെങ്കിൽ ഹിസ്റ്ററിസിസ് ലോസും കൂടുതലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ സോഫ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിസിസ് ലോസ് വളരെ കുറവായിരിക്കും, കാരണം അവിടെ ഏരിയ ഓഫ് ഹിസ്റ്ററിസിസ് കർവ് എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന അയൺ ലോസ് എന്ന് പറയുന്നത് എന്താണ്, ഹിസ്റ്ററിസിസ് ലോസും വരും, എഡി കറണ്ട് ലോസും വരും. വെനെവർ എ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് എ കണ്ടക്ടർ ചേഞ്ചസ്. ഓക്കെ, ഒരു കണ്ടക്ടറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും ഇൻ ദാറ്റ് കണ്ടക്ടർ. ഓക്കെ, ഇത് ഏത് സ്റ്റേറ്റ്മെൻറ്റാണെന്ന് നമ്മുടെ ഫാരഡേയുടെ ഫസ്റ്റ് ലോ അല്ലേ. അപ്പോൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഏത് ലോയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ലോയുടെ പേര് തന്നിട്ട് താഴെ പറഞ്ഞത് ഏതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നും ചോദിക്കാം. അപ്പോൾ ലോസ് ഒക്കെ കാണാൻ പഠിക്കുക. ഇനി അടുത്ത് പറയുന്നത് ലെൻസസ് ലോ ആണ്. ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ the polarity of the induced EMF is such that it tends to produce a current which opposes the changing magnetic flux that produced it. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്കും എപ്സിലോൺ ഈസ് ഈക്വൽ ടു -d∅dt എന്ന് എഴുതി അല്ലേ. അതായത് നമ്മുടെ അവിടെ ഉണ്ടാകുന്ന EMF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഫ്ലക്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈമിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു. അതിന് നമ്മളവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇട്ടു. ആ നെഗറ്റീവ് സൈൻ ഞാൻ പറഞ്ഞു എന്താണ്, അവിടെ ഉണ്ടാകുന്ന ആ ഒരു കറണ്ട് എന്ന് പറയുന്നത് ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് ലോ ആയിട്ട് പറഞ്ഞത് ആരാണ്, ലെൻസസ് ലോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ലെൻസസ് ലോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ പാരാമീറ്റേഴ്സ് ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ലെൻസസ് ലോ പ്രകാരം അതിനുള്ള കോസും എഫക്റ്റും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ മോഷൻ ഓഫ് ദ കണ്ടക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആൻഡ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. ഇതിൽ ആൻസർ വരുന്നത് ചേഞ്ച് ഓഫ് ഫ്ലക്സും ഇൻഡ്യൂസ്ഡ് EMF. അതായത് കോസ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ലെൻസസ് ലോ പ്രകാരം
വിച്ച് ഓഫ് ദ പാരാമീറ്റേഴ്സ് ഓഫ് ദ കോസ് ആൻഡ് എഫക്റ്റ് റെസ്പെക്റ്റീവ്ലി. കോസും എഫക്റ്റും ഏതാണെന്നാണ് ചോദിച്ചത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ലെൻസസ് ലോ പ്രകാരം അവിടെ ഒരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുന്നത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു കറണ്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നതാണ് അതിന് കാരണം. അത് കാരണം എന്താണ് അവിടെ ഉണ്ടാകുന്നത്, എഫക്റ്റ് എന്താണ് അവിടെ ഉണ്ടാകുന്നത്, ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് SSC JEE ചോദിച്ചതാണ്, നമുക്ക് കേരള PSCക്കും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്, നോക്കി വയ്ക്കുക. ഓക്കെ, അക്കോർഡിംഗ് ടു ലെൻസസ് ലോ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ എ കണ്ടക്ടർ ഈസ് സച്ച് ദാറ്റ്, നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മൾ ആ ഒരു ഇക്വേഷൻ പറഞ്ഞാൽ -d∅/dt, അതിൽ മൈനസ് സൈൻ വരാൻ കാരണം തന്നെ നമ്മൾ എന്ത് പറഞ്ഞു, അതെന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. സോ ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ 1 ആണ്, അതായത് ഒപ്പോസസ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെൻസസ് ലോ ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ചാർജിൻ്റെ കൺസർവേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ലെൻസസ് ലോ ഗീവ്സ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഓക്കെ, നമ്മളൊരു ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ അല്ലേ തരുന്നത്. ഓക്കെ, ലെൻസസ് ലോ ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അത് കറക്റ്റാണ്. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബോത്ത് B and C ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിക്കുക. അതായത് നമുക്ക് ലെൻസസ് ലോ എന്ത് തരും, ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ തരും. അതുപോലെ തന്നെ ലോ ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. എനർജിയുടെ ബേസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ് ലെൻസസ് ലോ പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു ലെൻസസ് ലോ വാട്ട് ഡസ് ദ സെക്കൻഡറി കറണ്ട് ഇൻ എ ട്രാൻസ്ഫോമർ പ്രൊഡ്യൂസ്. ഓക്കെ, ലെൻസസ് ലോ പ്രകാരം വാട്ട് ഡസ് ദ സെക്കൻഡറി കറണ്ട് ഇൻ എ ട്രാൻസ്ഫോമർ പ്രൊഡ്യൂസ്. ട്രാൻസ്ഫോമറിൻ്റെ കേസ് നമ്മൾ എന്താ പറഞ്ഞാൽ, ഒരു കറണ്ട് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF വരുന്ന ഏതിലാണ്, ട്രാൻസ്ഫോമറിലാണ്. സോ അവിടെ നമ്മുടെ കണ്ടക്ടർ സ്റ്റേഷനറി ആണ്, വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൽ. അപ്പോൾ എന്ത് ചെയ്യുക, കണ്ടക്ടറിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന രണ്ടാമത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് നമ്മൾ സെക്കൻഡറി കറണ്ട്, ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വാട്ട് ഡസ് ദ സെക്കൻഡറി കറണ്ട് ഇൻ എ ട്രാൻസ്ഫോമർ പ്രൊഡ്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. കാരണം അവിടെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റിനെ അതെന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് ഉണ്ടാക്കും. ഓക്കെ, ലെൻസസ് ലോ പ്രകാരം അവിടെ ഉണ്ടാകുന്ന സെക്കൻഡറി കറണ്ട് ട്രാൻസ്ഫോമറിൽ എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റാണ്. അതിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ ശ്രമിക്കും. ഇനി ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ്. ദിസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ എപ്സിലോൺ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു d∅/dt എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ എപ്സിലോൺ ഈസ് ഈക്വൽ ടു -d∅/dt എന്ന് നമ്മൾ എഴുതി അല്ലേ. ആ മൈനസ് ശരിക്കും ലെൻസസ് ലോയുടെ ഇത് പ്രകാരമാണ് പറയുന്നത്. സോ d∅/dt എന്ന് പറയുന്നത് എന്താണ്, അത് എന്തിൻ്റെ ഇതാണ്, ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ്റെ ബേസിലാണ് നമ്മളിത് പറയുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് അഫക്റ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കോയിൽ. ഒരു കോയിൽ അതിൽ വരുന്ന ഇൻഡ്യൂസ്ഡ് EMFനെ അഫക്റ്റ് ചെയ്യാത്ത സാധനം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ ടെമ്പറേച്ചർ ഓഫ് ദ കോയിൽ, സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ. ഇതിൽ നമുക്ക് ഇതെന്തായാലും എന്താണ് എഫക്റ്റ് ചെയ്യുന്നതാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് d∅/dt. ആൻഡ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ, അതായത് നമ്മുടെ നമ്മുടെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ അളവും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, നമുക്കിവിടെ ആൻസർ വരുന്ന ടെമ്പറേച്ചർ ഓഫ് ദ കോയിലിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, എന്തുമാത്രം സ്ട്രെങ്ത് ആണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിനുള്ളത് അതിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMFിനെ കോയിൽ എന്തിനാണ് അഫക്റ്റ് ചെയ്തത്, ടെമ്പറേച്ചർ ഓഫ് ദ കോയിലിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അത് കാണാതെ തന്നെ പഠിക്കുക കേട്ടോ. ടെമ്പറേച്ചർ ഓഫ് ദ കോയിലിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFിനെ പറ്റി പറയുകയാണ്. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ ഒരു കോയിൽ എടുക്കുകയാണ്. അതിൽ വെൻ ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഓൺ മാഗ്നറ്റിക് ഫ്ലക്സ്, അതായത് അതിൻ്റെ സ്വന്തമായിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ച് കാരണം അതേ കോയിലിൽ തന്നെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഫൈ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു I ആണ്. അതായത് ഫൈ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ്, അതെന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു കറണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഫൈ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു I ആൻഡ് ഇ എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും അവിടെ എന്താണ് EMF. ഓക്കെ, ഇതൊന്നും ഉദ്ദേശിക്കുന്നതാണ് EMF നമ്മൾ നേരത്തെ പറഞ്ഞു d∅/dt പ്രൊപ്പോർഷണലാണെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ എപ്സിലോൺ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്തത്. ഓക്കെ, ഇനി നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞില്ലേ ഫൈ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു I. അപ്പോൾ നമുക്കിവിടെ ഈ ഫൈക്ക് പകരം നമുക്കിവിടെ I ആക്കാമല്ലോ. സോ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു di/dt, E ഈസ് ഈക്വൽ ടു L ഇൻറ്റു di/dt. നിങ്ങൾ ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ കേസിൽ അവിടെ ഉണ്ടാകുന്ന EMF എന്ന് പറയുന്നത് എന്ന് പറയുന്നതാണ് EMF ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു L ഇൻറ്റു di/dt ആണ്. ഇതിൽ ഈ എല്ലിനെ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയും. ഓക്കെ, L ഇൻറ്റു di/dt, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, d/dt ഓഫ് ഈ എല്ലിനകത്ത് കയറ്റി L ഇൻറ്റു I എന്ന് എഴുതിയിട്ടുണ്ട്.
ഓക്കെ. ഇനി അതേപോലെ തന്നെ നമുക്ക് E ഈസ് ഈക്വൽ ടു N ഇൻറ്റു d∅/dt എന്നുള്ള ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. സോ d/dt ഓഫ് N ഇൻറ്റു ഫൈവ് എന്ന് എഴുതി. ഇനി Li ഈസ് ഈക്വൽ ടു N ഇൻറ്റു ഫൈവ്. ഇതൊന്നും വേണ്ട നിങ്ങൾക്ക്, നിങ്ങൾ ലാസ്റ്റ് പഠിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ. അപ്പോൾ L ഈസ് ഈക്വൽ ടു വേറെ ഒന്നും പഠിക്കേണ്ട, നിങ്ങൾ എന്താണ് L സെൽഫ് ഇൻഡക്റ്റൻസ് ഈക്വൽ ടു N∅/I, അത്രയും ഹെൻറി. സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഹെൻറിയാണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആണ്, ഫൈ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ്, I എന്ന് പറയുന്നത് കറണ്ട്. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് ഈക്വൽ ടു N∅/I, അത്രയും ഹെൻറി. വേറെ ഒന്നും പഠിക്കേണ്ട, ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ പറഞ്ഞാൽ. സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണ്? സ്വന്തമായിട്ട് ഉള്ള EMF, അത് ഒരു കോയിൽ അതിലൊന്ന് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു ഡ്യൂ ടു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് ഇറ്റ്സ് ഓൺ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവുന്നത് കാരണം അതിലൊരു EMF ജനറേറ്റ് ആവുന്നെങ്കിൽ അത് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. ആ കേസിൽ L ഈസ് ഈക്വൽ ടു N∅/I ആണ്. അതിൽ L എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്, ഫൈ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ്, I കറണ്ട്. ഓക്കെ. ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, ഈ ഡെറിവേഷൻ ഒന്നും വേണ്ട. ഓക്കെ. ഇനി വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. ഓക്കെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് അതായത് d∅/dt ഓക്കെ എപ്സിലോൺ പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ഫാരഡേസ് ഫസ്റ്റ് ലോ ആണ് അല്ലേ. അപ്പോൾ ഫാരഡേസ് ഫസ്റ്റ് ലോ ആണ്, ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. which is law states that the magnitude of the induced EMF is directly proportional rate of change of flux linkage. നമ്മൾ ഫസ്റ്റ് ലോയിൽ പറഞ്ഞത് എന്തായിരുന്നു? ഓക്കെ, ഫസ്റ്റ് ലോ അല്ല, സെക്കൻഡ് ലോ. ഓക്കെ, സെക്കൻഡ് ലോയിലാണ് നമ്മൾ. ഓക്കെ, സെക്കൻഡ് ലോയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫാരഡേസ് ലോ ഓഫ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലാണ് നമ്മൾ പറഞ്ഞത് എന്താണ് ഈ എപ്സിലോൺ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു d∅/dt എന്ന് പറഞ്ഞത് സെക്കൻഡ് ലോയിൽ തന്നെയാണ്. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഫോം MMF ആസ് റിഗാർഡിംഗ് ടു ഇലക്ട്രോമാഗ്നറ്റിസം? എന്താണ് MMF എന്ന് പറയുന്നത്? എന്താണ്? മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ്. ഓപ്ഷൻ സി ആണ് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ്. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി Q എന്ന് പറയുന്നതിന് എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? അതെന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു ടൈം ആണ്. എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി? Q ഈസ് ഈക്വൽ ടു I ഇൻറ്റു T ആണ്. ഓക്കെ അല്ലേ? ഇനി മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ വെൻ ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് നെയ്ബറിംഗ് കോയിൽ. അതായത് ഇവിടെ ഒരു കോയിലുണ്ട്, ഓക്കെ, ഇവിടെ വേറൊരു കോയിലും ഉണ്ട്. ഈ രണ്ടാമത്തെ കോയിലിൽ ഈ മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്തുണ്ട്? ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ച് കാരണം ശരിക്കും അതിൻ്റെ എഫക്റ്റ് എവിടെയും വരുന്നുണ്ട്, ഈ ഒന്നാമത്തെ കോയിലും വരുന്നുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ അത് കാരണം ഈ ഒന്നാമത്തെ കോയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്നുള്ള ഒരു ടേമും നമുക്ക് പഠിക്കാറുണ്ട്. അത് K എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഫ്രാക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കറണ്ട് ഇൻ വൺ കോയിൽ ദാറ്റ് ലീൻസ് വിത്ത് ദ അതർ കോയിൽ. ഓക്കെ, എത്രമാത്രം മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ബൈ ദ കറണ്ട് ഇൻ വൺ കോയിൽ, അതായത് ഒരു കോയിലുള്ള കറണ്ട് കാരണം. ഓക്കെ, ഈ കോയിൽ എന്തുണ്ട്? I എന്നുള്ള കറണ്ട് പോകുന്നുണ്ട്. അത് കാരണം ഇവിടെ എന്തുമാത്രം ഈ രണ്ടാമത്തെ കോയിൽ എന്തുമാത്രം മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിനെ ആ ഒരു ഫ്രാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാഗ്നറ്റിക്കലി ടൈറ്റ്ലി കപ്പിൾഡ് ആണെന്നുണ്ടെങ്കിൽ K ഈസ് ഈക്വൽ ടു 1 ആണ്. അതായത് നമ്മുടെ ഒരു കോയിൽ എത്രയാണോ ഫ്ലക്സ് കറണ്ട് വരുന്നത്, അത് കാരണം ഫുള്ളി എന്ത് ചെയ്യുന്നു? മറ്റേ കോയിലിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് K ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ആ കേസിൽ കംപ്ലീറ്റ് ലിങ്കാണ്, മാഗ്നറ്റിക്കലി ടൈറ്റ്ലി കപ്പിൾഡ് ആണ്. ഇനി K ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ നോ ലിങ്ക്, അതായത് ഈ ഒരു കോയിലും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇവിടെ നമ്മൾ I എന്നുള്ള കറണ്ട് കാരണം ഇവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടെങ്കിലും അത് ഇവിടെ ഒന്നിനെയും അഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ K ഈസ് ഈക്വൽ ടു 0 ആണ്, മാഗ്നറ്റിക്കലി ഐസൊലേറ്റഡ് എന്ന് വിളിക്കാം. ഇത് പഠിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. K ഈക്വൽ ടു 1 ഫോർ കംപ്ലീറ്റ് ലിങ്കും K ഈക്വൽ ടു 0 ഫോർ നോ ലിങ്ക്, മാഗ്നറ്റിക്കലി ടൈറ്റ്ലി കപ്പിൾഡ് എന്നും മാഗ്നറ്റിക്കലി ഐസൊലേറ്റഡ് എന്നും നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ പഠിക്കേണ്ട M ഇസ് ഈക്വൽ ടു K ഇൻറ്റു റൂട്ട് ഓഫ് L1 ഇൻറ്റു L2. നമ്മൾ L1ഉം L2 എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഡക്റ്റൻസ്. L എന്ന് പറഞ്ഞതാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് L1, സെക്കൻഡ് കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് L2. ഇനി K എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് നമ്മൾ പറഞ്ഞു. M എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? K ഇൻറ്റു റൂട്ട് ഓഫ് L1 ഇൻറ്റു L2. ഈ ഇക്വേഷനും പഠിക്കണം. ഓക്കെ, find the coefficient of coupling for two coils having L1 2 Henry, L2 800, M is equal to 400. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എങ്ങനെയാണ് ചെയ്യേണ്ട? L1 L2 M പറയും. ഡയറക്റ്റ് ഇക്വേഷനേ ഉള്ളൂ. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ പഠിച്ചത് M is equal to K ഇൻറ്റു റൂട്ട് ഓഫ് L1 ഇൻറ്റു L2 എന്നായിരുന്നു. അതിൽ നിന്ന് K is equal to എന്ത് വരും? M ഡിവൈഡ് ബൈ റൂട്ട് L1 ഇൻറ്റു L2. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. M എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 2 ഇൻറ്റു 8. സോ നമുക്ക് എന്ത് കിട്ടും? 4 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ആൻസർ എന്ന് പറഞ്ഞാൽ 1 ആണ്.
ഓക്കെ അല്ലേ? ഇനി എ കോയിൽ ഓഫ് 16 ഹെൻറി ഈസ് കപ്പിൾഡ് വിത്ത് എ കോയിൽ ഓഫ് 4 ഹെൻറി. ഓക്കെ, അപ്പോൾ അവിടെ L1 L2 തന്നിട്ടുണ്ട്. ഇൻ സച്ച് എ വലുതായിട്ട് കോയിഫിഷ്യൻ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ആണ്. അപ്പോൾ കേസുകൾ വേണം ഫൈൻഡ് ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? M is equal to എന്താണ്? K ഇൻറ്റു റൂട്ട് ഓഫ് L1 ഇൻറ്റു L2 ആണ്. സോ K എന്ന് പറഞ്ഞാൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു റൂട്ട് ഓഫ് L1 എന്ന് പറയുന്നത് 16 ആണ് ഇൻറ്റു 4. അപ്പോൾ 1 ഇൻറ്റു റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആണ്, റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 8 എന്ന ആൻസർ വരും. 8 ഹെൻറി. കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ഈസ് എ ഫാക്ടർ യൂസ്ഡ് വെൻ 2 കോയിൽസ്. ഓക്കെ, കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? മ്യൂച്വലി കപ്പിൾഡ് ആയിരിക്കുന്ന സമയത്താണ് ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട്. ഓക്കെ, നമ്മൾ എന്താണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMFൻ്റെ കേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് പറഞ്ഞത്. സോ കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ഈസ് എ ഫാക്ടർ യൂസ്ഡ് വെൻ 2 കോയിൽസ് എന്ന് പറഞ്ഞാൽ ആർ മ്യൂച്വലി കപ്പിൾഡ് ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട്. In the hysteresis cycle, the value of H needed to make the intensity of magnetization 0 is called. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ 0 ആക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം H വേണം? അതിനെ നമ്മൾ എന്താ വിളിച്ചത്? അതിനെ വിളിച്ച പേരാണ് കോഴ്സി ഫോഴ്സ് എന്ന് പറയും. കോഴ്സി ഫോഴ്സ് നമ്മൾ പഠിച്ച ഗ്രാഫ് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയാണ്. അതായത് H ഇവിടെയാണ്, ഫ്ലക്സ് ഇങ്ങനെയാണ്, അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ നമ്മുടെ ചോദിച്ചത് എന്തുവാണ്? H നീഡ് ടു മേക്ക് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ 0 ആക്കണം. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ 0 എന്ന് പറഞ്ഞാൽ ഇവിടെയല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞത് എന്താണ്? അതിനെ കോഴ്സിവിറ്റി എന്നാണ് പറഞ്ഞത്. കോഴ്സിവിറ്റി, അവിടുത്തെ ആ Hൻ്റെ വാല്യൂ. ഇവിടെയുള്ള ആ ഒരു B-യെ നമ്മൾ എന്ത് വിളിച്ചു? റീറ്റൻറ്റിവിറ്റി എന്ന് വിളിച്ചു. അതായത് മാഗ്നറ്റിക് ഫോഴ്സ് റിമൂവ് ചെയ്താലും ആ ഒരു മെറ്റീരിയലിന് കുറച്ച് മാഗ്നറ്റിക് എന്താണ് പ്രോപ്പർട്ടീസ് റീറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതിനെ നമ്മൾ റീറ്റൻറ്റിവിറ്റി എന്ന് വിളിച്ചു. ഇനി നമ്മൾ ആ H, നെഗറ്റീവ് വാല്യൂ ഓഫ് H, സോ ദാറ്റ് B ഈസ് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റിന് കോഴ്സിവിറ്റി എന്നാണ് വിളിച്ചത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ വരുന്ന കോഴ്സി ഫോഴ്സ്. ഇനി അടുത്ത് എഡ്ഡി കറണ്ട് എന്താണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ കറണ്ട് സെറ്റപ്പ് ഇൻ എ കണ്ടക്ടർ ഇൻ റെസ്പോൺസ് ടു എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആവുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കണ്ടക്ടറിൽ എന്ത് ചെയ്യും? ഒരു കറണ്ട് സെറ്റപ്പ് ചെയ്യും. അതിനാണ് നമ്മൾ എഡ്ഡി കറണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ്? ഒരു കണ്ടക്ടർ ഉണ്ട്, ആ കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആവുന്നത് കാരണം ഒരു കറണ്ട് ഉണ്ടാവും. ഓക്കെ, ആ കറണ്ടിനെയാണ് നമ്മൾ എഡ്ഡി കറണ്ട് എന്ന് വിളിക്കുന്നത്. എഡ്ഡി കറണ്ട്. ഓക്കെ, ദേ ഫ്ലോ ഇൻ എ ക്ലോസ് ലൂപ്പ് ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ കൂടി എന്ത് ചെയ്യും? ഈ കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോ ചെയ്യും. എന്താണ്? ദേ ഫ്ലോ ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ക്രിയേറ്റ്സ് ലോസ് ഓഫ് എനർജി അസ് ഇറ്റ് ഓപ്പോസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒപ്പോസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? എനർജി ലോസ് സംഭവിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലാമിനേറ്റഡ് ഷീറ്റ്സ് നമ്മൾ കൊടുക്കും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ജസ്റ്റ് വായിച്ചു വയ്ക്കുക. ഓക്കെ, എന്താണ്? ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം അവിടെ ഒരു കറണ്ട് സെറ്റപ്പ് ആവും കണ്ടക്ടറിൽ. അപ്പോൾ ആ കറണ്ട് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ലൂപ്പിലാണെന്നുണ്ടെങ്കിൽ അത് ഫ്ലോ ചെയ്യും പിന്നെ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അത് കാരണം എന്തെങ്കിലും അവിടെ ഒരു എനർജി ലോസ് ഉണ്ടാവും. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലാമിനേറ്റഡ് ഷീറ്റ്സ് കൊടുക്കുക. അപ്പോൾ ഹിസ്റ്റെറിസിസ് ലോസ് ആൻഡ് എഡ്ഡി കറണ്ട് ലോസ് ആർ യൂസ്ഡ് ഇൻ എന്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇൻഡക്ഷൻ ഹീറ്റിംഗ് ഓഫ് സ്റ്റീലിലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഹിസ്റ്റെറിസിസ് ലോസും എഡ്ഡി കറണ്ട് ലോസും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡക്ഷൻ ഹീറ്റിംഗ് ഓഫ് സ്റ്റീൽ. Eddy currents are induced by changing magnetic fields. Where do they flow with respect to magnetic field? നമ്മൾ പറഞ്ഞു എഡ്ഡി കറണ്ട്സ് എങ്ങനെയാണ്? ഇന്നെ പ്ലെയിൻ പെർപെൻഡിക്കുലർ ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡാണ് കറങ്ങുന്നതെന്ന് പറഞ്ഞു. സോ ക്ലോസ്ഡ് ലൂപ്പ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. വാട്ട് ഈസ് അനദർ നെയിം ഓഫ് എഡ്ഡി കറണ്ട്? എഡ്ഡി കറണ്ടിൻ്റെ മറ്റൊരു പേരുണ്ട് ഫോക്കോൾട്ട് കറണ്ട് എന്ന്. ഫോക്കോൾട്ട് കറണ്ട്, ഫോൾട്ടി കറണ്ട് അല്ല, ഫോക്കോൾട്ട് കറണ്ട് എന്നാണ് വിളിക്കുന്നത്. എഡ്ഡി കറണ്ടിൻ്റെ മറ്റൊരു പേര് ഫോക്കോൾട്ട് കറണ്ട്. ഹൗ ഈസ് എഡ്ഡി കറണ്ട് ലോസ് മിനിമൈസ്ഡ് ഇൻ എ ട്രാൻസ്ഫോമർ? ഓക്കെ, ഒരു ട്രാൻസ്ഫോമറിൽ എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ലാമിനേറ്റിംഗ് കോർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ലാമിനേറ്റഡ് ഷീറ്റ്സ് യൂസ് ചെയ്ത് എഡ്ഡി കറണ്ട് കുറയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ലാമിനേറ്റിംഗ് കോർ നമ്മൾ കൊടുക്കുക. എഡ്ഡി കറണ്ട്സ് ആർ ദ കറണ്ട്സ് ഇൻഡ്യൂസ്ഡ് ഇൻ എ ഡാഷ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എന്താണ്? ഒരു കണ്ടക്ടറിലല്ലേ ഉണ്ടാകുന്ന എഡ്ഡി കറണ്ട്? സോ കണ്ടക്ടർ. എഡ്ഡി കറണ്ട് ഉണ്ടാകുന്ന ഒരു കണ്ടക്ടർ ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിൽ വയ്ക്കുമ്പോഴാണ് എഡ്ഡി കറണ്ട് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാനുള്ള മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ നോക്കാം. താങ്ക് യു.